സിറിയയിൽ അമേരിക്കയുടെ യുദ്ധവിമാനം ബോംബിട്ട വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 3 ഇടങ്ങളിലോ 4 ഇടങ്ങളിലോ ശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ടതായിരിക്കുന്ന റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് പുറത്തു വന്നു. എത്രത്തോളം നാശങ്ങളുണ്ട്, എത്രത്തോളം നഷ്ടമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. അമേരിക്ക ഇതിന് പറയുന്ന വിശദീകരണം, IS തീവ്രവാദികൾ അവരുടെ ട്രൂപ്പുകൾ അവിടെ ശക്തമായിരിക്കുന്നു, അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ പ്രവൃത്തി ചെയ്തത്. കഴിഞ്ഞ ദിവസം അവരുടെ ഭാഗത്തുനിന്ന് തങ്ങളുടെ 2 സൈനികരെ നഷ്ടപ്പെട്ടു. അമേരിക്കൻ സൈനികരെ അവർ വെടിവെച്ച് കൊന്നു. 2 സൈനികരെ വെടിവെച്ച് കൊല്ലുകയും അതോടൊപ്പം തന്നെ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യാനുണ്ടായിരുന്ന ഒരു വ്യക്തിയെ കൂടി വെടിവെച്ച് കൊന്നു. 2 അമേരിക്കൻ സൈനികരും അമേരിക്ക സഹായിക്കുന്ന ഒരു സായും കൂടി കൊല്ലപ്പെട്ടു. ഈ പ്രവൃത്തി ചെയ്തത് IS തീവ്രവാദികളാണ്. അവർ ഈ മേഖലയിൽ സജീവമാണ്. അവരില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നുള്ള മറുപടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ജനുവരി ഏകദേശം 25ഓട് കൂടിയിട്ടാണ് പുതിയൊരു ഭരണം അവിടെ, അൽഷാറയുടെ ഭരണം അവിടെ അധികാരത്തിൽ വന്നത്. അൽഷാറ എന്ന് പറഞ്ഞാൽ അൽ-ഖ്വയ്ദ തീവ്രവാദികളുടെ ലീഡർഷിപ്പുള്ള നേതാവായിരുന്നു. മാത്രമല്ല $10 മില്യൺ ഇയാളുടെ തലക്ക് അമേരിക്ക വില നിശ്ചയിച്ചിരുന്നു. ആ ഒരു ഭരണാധികാരിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സിറിയ ഭരിക്കാനുള്ള എല്ലാ സാവകാശം ചെയ്തു കൊടുത്തു. തീവ്രവാദ പട്ടിക ലിസ്റ്റിൽ നിന്ന് അമേരിക്ക അവരെ ഒഴിവാക്കി. അത് പിന്നെ അവർക്ക് തോന്നുന്ന സമയത്ത് അങ്ങനെയാണ് അവർ രീതി ഉണ്ടാവാറുള്ളത്. കാര്യം എന്ന് പറയുന്നത്, അമേരിക്കക്ക് ഗുണമുണ്ടാവുകയാണെങ്കിൽ തീവ്രവാദികൾ മിതവാദികളും, അമേരിക്കക്ക് ഗുണമില്ലെങ്കിൽ മിതവാദികൾ തീവ്രവാദികളുമാകുന്നത് സ്വാഭാവികം. പല രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്, ഈ ഭരണം ഏറിക്കഴിഞ്ഞാൽ ഒരു തീവ്രവാദി പോലും സിറിയയിൽ ഇല്ലാത്ത വിധം ശുദ്ധീകരിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ തങ്ങളെ രാജ്യത്ത് സൃഷ്ടിക്കുമെന്ന് ഭരണം ഏറ്റ ഉടനെ തന്നെ ഭരണാധികാരിയുടെ മുൻപിൽ വെച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞ ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. സിറിയ ഞങ്ങൾ പുനർനിർമ്മിക്കുകയാണ്, എല്ലാവിധ സഹായങ്ങളും സൈനിക സാമ്പത്തിക സഹായങ്ങളും നൽകും. 1 മാസം കൊണ്ട്, ഏറെക്കുറെ കൂടി വന്നാൽ 1 മാസം കൊണ്ട് സമ്പൂർണ്ണമായ രീതിയിൽ തീവ്രവാദ പ്രവർത്തന മേഖലയെ അവർ നശിപ്പിക്കും എന്നുള്ളതാണ്. ജനുവരിയിലാണ് ഈ പുതിയ ഭരണം അധികാരത്തിലേറുന്നത്. ഇപ്പോൾ ഡിസംബറായി, ഏകദേശം 1 വർഷം ആകാറായിട്ടും ഇപ്പോഴും അമേരിക്ക പറയുന്നത് അവിടെ തീവ്രവാദ സംഘങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ അത് അമേരിക്കയുടെ പരാജയമാണ്, അതല്ലെങ്കിൽ അമേരിക്ക കള്ളത്തരം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സിറിയൻ റിപ്പോർട്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവിടെ ചില ഈ ഗ്രാമ ഏരിയകളിൽ ഗോത്രവർഗ സംവിധാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അഥവാ രാജ്യം വിട്ടുപോയ സിറിയയുടെ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരും അയാളുടെ കുടുംബക്കാരും സൈനികരിലെ ചിലരും ചില മേഖല കീഴടക്കുകയും ചില മേഖലയുടെ നിയന്ത്രണം അവർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം മേഖലയിലേക്ക് സൈനികർക്ക് കയറാൻ പറ്റാത്ത വിധം അവർക്ക് വലിയ രീതിയിലുള്ള സൈനിക സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുണ്ട്. ഗോത്രങ്ങളുടെ സമുച്ചയമാണ് യഥാർത്ഥത്തിൽ സിറിയ എന്ന് പറയുന്നത്. വ്യത്യസ്തമായിരിക്കുന്ന ഗോത്രവർഗ വർണ്ണ വിഭാഗങ്ങളുള്ള ഈ പ്രദേശങ്ങളാണ് അല്ലെങ്കിൽ രാജ്യമാണ് യഥാർത്ഥ സിറിയ എന്ന് പറയുന്നത്. ആ സിറിയയുടെ പൂർണ്ണമായിരിക്കുന്ന അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന് ഇപ്പോഴത്തെ ഭരണകൂടത്തിനോ അമേരിക്കയുടെ സൈനികർക്കോ സാധിച്ചിട്ടില്ല. നിലവിൽ ഏകദേശം 1000ഓളം അമേരിക്കൻ സൈനികർ സിറിയയിൽ സേവനം ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ ഇത് ഔദ്യോഗിക കണക്കാണെങ്കിലും അതിൽ കൂടുതലുണ്ട് എന്ന് പറയുന്നു. ചില ഏരിയകൾ അതിശക്തമായിരിക്കുന്ന ഏരിയകളുണ്ട്. ആ ഏരിയകൾ എന്ന് പറയുന്നത് ഷിയ മിലിഷ്യ വിഭാഗം പ്രവർത്തിക്കുന്ന ഏരിയകളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങളും സൈനികമായിരിക്കുന്ന മറ്റ് സംവിധാനങ്ങളും മാത്രമല്ല ഇറാൻ്റെ സഹായങ്ങളും ഉണ്ട്. ഇതെല്ലാം കൂടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഒരേ സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒതുക്കാനോ അവർക്ക് നിയന്ത്രിക്കാനോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കോ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോഴത്തെ സ്ഥിതി വരുന്ന സമയത്ത് ചില അറബ് മാധ്യമങ്ങൾ ഇങ്ങനെ എഴുതി കാണുന്നുണ്ട്, യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇറാനെയാണ്. ഇറാൻ്റെ സൈനിക ബലവും ശക്തിയും വീണ്ടും അവിടെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ അത്യാവശ്യം നന്നായിട്ട് ഷിയാക്കളുള്ള ഒരു ഏരിയയാണ് സിറിയ എന്ന് പറയുന്നത്. സിറിയയുടെ പ്രസിഡൻ്റായിരുന്ന അസദ് തന്നെ ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഭരണം നടത്തുന്നത് എങ്കിൽ പോലും ഷിയ വിഭാഗങ്ങൾ അതിശക്തവും സൈനികപരമായ രീതിയിൽ വലിയ പ്രാക്ടിക്കൽ ലഭിച്ചവരുമാണ്.
ഇപ്പോൾ ഈ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി അവിടെ നിന്ന് സിറിയയിൽ നിന്ന് ഒരുപാട് ആയുധങ്ങളും സംവിധാനങ്ങളും കാണാതായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതേക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുന്നൊക്കെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് യാതൊരു വിവരവും നിലവിലെ സാഹചര്യത്തിൽ വന്നിട്ടില്ല. അത് ഇത്തരം തീവ്ര ചിന്താഗതിയുള്ള ആളുകളുടെ കൈവശത്തിൽ എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയവും ഇപ്പോൾ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സിറിയ ഗവൺമെൻറ്റിന് എല്ലാവിധ സഹായങ്ങൾ നൽകിയിട്ടും അമേരിക്കയുടെ സൈനികർ അവിടെ പ്രവർത്തിച്ചിട്ടും ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തുള്ള എല്ലാവിധ സംവിധാന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടും ഇത്തരം വിഭാഗത്തെ അടിച്ചമർത്താൻ സാധിക്കാത്തത് എന്ത് എന്നതിൻ്റെ ഉത്തരം ഇപ്പോഴും കൃത്യമല്ല. അപ്പോൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, ആളൊഴിഞ്ഞ ഒറ്റപ്പെട്ട ഒരുപാട് മരുഭൂപ്രദേശങ്ങളും മലഞ്ചെരുവുകളുമുള്ള രാജ്യമാണ് സിറിയ. സിറിയ അത്യാവശ്യം വലുപ്പമുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിലെ ഈ ഭൂപ്രദേശത്തെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം.